രാവിലെ തന്നെ അച്ചാച്ചൻ ജാതിക്ക പറക്കാൻ പോയി വന്ന് ജാതിക്ക പറക്കാൻ പോയപ്പോഴാണ് പറമ്പിൽ നിറച്ച് കൂണ് മുളച്ചിക്കണത് കണ്ടത്. അപ്പോൾ അച്ചാച്ചനും മോനും കൂടെ കൂണ് പറിക്കാൻ പോണതാണ് ഈ കാണുന്നത്. മോന് ഭയങ്കര ഇൻട്രസ്റ്റിൽ പോകുന്നുണ്ട്, അച്ചാച്ചനേലും ഇൻട്രസ്റ്റ് അവനാണെന്ന് തോന്നുന്നത് പോക്ക് കണ്ടിട്ട്. അവിടെ പറമ്പിൽ ഈ കളയൊന്നും ഏൽക്കാത്ത സ്ഥലത്ത്, കളയ്ക്കാത്ത സ്ഥലത്ത്, പച്ചക്കറി അല്ലെങ്കിൽ കൃഷിയോ ജാതിക്കൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പറമ്പിൻ്റെ അരുഭാഗമൊക്കെ കണ്ടാണ് കൂടുതലുണ്ടായിരിക്കുന്നത്. കളയ്ക്കുന്നിടത്ത് ഒരു കൂണ് പോലും ഇല്ല കേട്ടോ. കള കൊള്ളുന്നിടത്തോ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നിടത്തൊന്നും ഒരെണ്ണം പോലും മുളച്ചിട്ടില്ല. കളയ്ക്കാത്തടത്ത് കുറേ മുളച്ചിട്ടുണ്ട്. പിന്നെ ഈ മുളയില്ലേ, മുളയുടെ കുറ്റി പണ്ട് ഉണ്ടായിരുന്നു, മുള ഉണ്ടായിരുന്ന സ്ഥലം, അതിൻ്റെ കുറ്റി ഉണ്ടായ സ്ഥലത്ത് കുറച്ച് മുളച്ചിട്ടുണ്ട്. പിന്നെ ഈ മണ്ണ് കൂടി നിന്നിട്ട് മൺപുറ്റെന്ന് ഇവിടെയൊക്കെ പറയുക, അതിൻ്റെ ചുറ്റും കുറേ കൂണുകളുണ്ട്. ഈ കൂണുകളിൽ കുറേ എണ്ണമൊക്കെ വിരിഞ്ഞതായിട്ടാണ് കേട്ടോ കാണുന്നത്. വിരിയാത്തതും നല്ല ഭംഗിയുള്ള കുട പോലെ നിൽക്കണതൊക്കെ അതും കൂടുതലുണ്ട്. വിരിയാത്തതാണ് കൂടുതൽ, വിരിഞ്ഞതിനേക്കാളും കൂടുതൽ വിരിയാത്തത് തന്നെയാണ്. പിന്നെ അത് പറിക്കുമ്പോൾ സൂക്ഷിച്ച് ഇങ്ങനെ പതുക്കെ പറിച്ചെടുക്കണം, എന്നാലേ അതിൻ്റെ കാല് മുഴുവനും നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ പറിച്ചൊരു പാത്രത്തിൽ കുറേ ആക്കിയിട്ടുണ്ട്. പണ്ടുള്ളവർ പറയും കൂണ് പറിക്കുമ്പോൾ മിണ്ടാൻ പാടില്ല, മിണ്ടിയാലുണ്ടല്ലോ മണ്ണിൻ്റെ അടിയിൽ നിന്ന് വരുന്ന പിന്നെയുള്ള കൂണുകൾ നമുക്ക് കിട്ടില്ല. നമുക്ക് അതിലൊക്കെ എന്തോരം സത്യം ഉണ്ടെന്ന് തോന്നണമൊന്നുമില്ല. കാരണം ഇതൊരു കുമിളല്ലേ, അത് നമ്മുടെ സംസാരം കേട്ട് അതിന് മുളയ്ക്കാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ചാച്ചനും മോനും കൂണ് പറിച്ചത് ഒരു പാത്രം ഒരു കൊട്ട നിറച്ച് കൂണും കൊണ്ട് വന്നിട്ടുണ്ട്. അത് ഇനി പറിച്ച് നന്നാക്കി എടുക്കണം. അതിൻ്റെ കാലൊക്കെ ഒടിച്ചെടുത്ത് ഇതളുകളാക്കിയതുണ്ട് കൊണ്ടുപോകണുണ്ട്. മോനും ഭയങ്കര ഇൻട്രസ്റ്റിലാണ് പോണത്. അവരത് മുറ്റത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അകത്ത് ഒരു പാത്രത്തിലാക്കി കണ്ട ഒന്നും വേണ്ട, ഇരിയാത്ത കൂണുകളാണ് അത്, അങ്ങനെ കുട പോലെ ഉണ്ട പോലെ ഇരിക്കുന്നത്. അത് ഇതളുകളാക്കി തിരിച്ചിട്ട് അതിൻ്റെ പിറമേ കണ്ട ഒരു കട്ടിയുള്ള ഒരു ആവരണം പോലെ അത് കളയണം. എന്നിട്ടത് പീസാക്കിയിട്ട് ആണ് നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ കാലുകളുണ്ടല്ലോ, കുടയുടെ കാല് പോലെ ഇങ്ങനെ ഞാണ്ട് കിടക്കണ കീപ്പോട്ടുള്ള ആ കാലുകൾ, ആ കാലിൻ്റെ പുറത്തുണ്ട് ഒരു തരം പോള, അതും കളഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ഈ കഷ്ണങ്ങൾ എല്ലാതും കൂടെ ഉണ്ടല്ലോ മഞ്ഞൾ തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട് ഇങ്ങനെ എടുക്കും. ഒരു 5 മിനിറ്റ് നേരം അതിൽ വെയിറ്റ് ചെയ്യാനായിട്ട് നിൽക്കും. അതിന് ശേഷം അത് കഴുകിയെടുത്ത് വാലാൻ വെച്ചിട്ട് പിന്നെ ഒന്നും കൂടെ ഒക്കെ കഴുകി പിഴിഞ്ഞെടുക്കും. അതിനെ മണ്ണിൽ നിന്ന് കിട്ടി കാരണം നമുക്കൊരു പേടിയുണ്ട് അതിനെ. അതിന് ശേഷം വൃത്തിയാക്കിയിട്ടാണ് നമ്മളത്, ശേഷം അത് നമ്മൾക്ക് ഇറച്ചി വെക്കണ പോലെ തന്നെയാണ് കൂണ് വെക്കണത്. അത് വറുത്തും വെക്കാം, പിന്നെ തേങ്ങ വറുത്തരച്ചൊക്കെ നമ്മളിങ്ങനെ കുറച്ച് ചാറിൽ കുഴമ്പം പോലെയൊക്കെ വെക്കുമല്ലോ, അതുപോലെ വെക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ വെച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. കൂടുതൽ ടേസ്റ്റ് വറുത്ത് വെക്കണതിന് തന്നെയാണ്. മറ്റേത് ഇത്തിരി കുഴമ്പൻ ഇറച്ചിക്കറിയൊക്കെ പോലെ ഇരിക്കുന്നല്ല, കൂണിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണല്ലോ. നല്ലത് എന്ത് തന്നെ ആയാലും നല്ലത് തന്നെ, നല്ല ടേസ്റ്റ് ഉണ്ട്.